ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ 1 സാമുവേൽ 1 മുതൽ 7 വരെ അധ്യായങ്ങളിൽ നിന്നും ഓപ്ഷനോടുകൂടിയ 87 ചോദ്യോത്തരങ്ങളുടെ 3-ാം ഭാഗമാണ് അവതരിപ്പിക്കുന്നത്. 1 സാമുവേൽ 1 മുതൽ 7 വരെ അധ്യായങ്ങളിൽ നിന്നും 100 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ഇന്ന്, അതായത് 23/5/2026 ശനിയാഴ്ച രാത്രി 8 മുതൽ 10:30 വരെയുള്ള സമയത്ത് നടത്തുന്നതാണ്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതിയാകുന്നതാണ്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം തിരിച്ചയക്കുന്നത് എപ്രകാരം ആകരുത് എന്നാണ് പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും അഭിപ്രായപ്പെട്ടത്? എ. അലക്ഷ്യമായി, ബി. അശുദ്ധിയോടെ, സി. വെറും കൈയോടെ, ഡി. കോലാഹലങ്ങളോടെ. ഉത്തരം സി. വെറും കൈയോടെ. ചോദ്യം 2. സമ്പൂർണ്ണ ദഹനബലിയായി സാമുവേൽ കർത്താവിന് അർപ്പിച്ചത് എന്തിനെയാണ്? എ. ഊനമറ്റ ഒരു മുട്ടാടിനെ, ബി. കറവ പറ്റാത്ത ഒരു പശുക്കിടാവിനെ, സി. മുലകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ, ഡി. നുകം വയ്ക്കാത്ത ഒരു കാളയെ. ഉത്തരം സി. മുലകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ. ചോദ്യം 3. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും ഷീലോയിലെ ആരായിരുന്നു? എ. കർത്താവിൻ്റെ പുരോഹിതന്മാർ, ബി. കർത്താവിൻ്റെ ദാസന്മാർ, സി. ദേവാലയ ശുശ്രൂഷകർ, ഡി. ദേവാലയ സൂക്ഷിപ്പുകാർ. ഉത്തരം എ. കർത്താവിൻ്റെ പുരോഹിതന്മാർ. ചോദ്യം 4. എലീഹുവിൻ്റെ പിതാവ് ആരായിരുന്നു? എ. യെറോഹാം, ബി. എൽക്കാന, സി. സൂഫ്, ഡി. തോഹു. ഉത്തരം ഡി. തോഹു. ചോദ്യം 5. കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്ന് തന്നെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന് പറഞ്ഞ് ഏലി അനുഗ്രഹിച്ചിരുന്നത് ആരെയാണ്? എ. എൽക്കാനയെയും പെനീന്നായെയും, ബി. സാവൂളിനെയും ഭാര്യയെയും, സി. പെനീന്നായെയും ഹന്നായെയും, ഡി. എൽക്കാനയെയും ഭാര്യയെയും. ഉത്തരം ഡി. എൽക്കാനയെയും ഭാര്യയെയും. ചോദ്യം 6. എന്തിനെക്കുറിച്ച് ഏലിയോട് പറയാനാണ് സാമുവേൽ ഭയപ്പെട്ടത്? എ. ഏലിയുടെ മക്കളുടെ ദുർനടപ്പ്, ബി. കർത്താവിൻ്റെ വെളിപാട്, സി. തനിക്കുണ്ടായ ദർശനം, ഡി. ദൈവദർശനം. ഉത്തരം സി. തനിക്കുണ്ടായ ദർശനം. ചോദ്യം 7. ഏലി എത്ര വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? എ. 8, ബി. 37, സി. 40, ഡി. 26. ഉത്തരം സി. 40. ചോദ്യം 8. പ്രായശ്ചിത്ത ബലിക്കായി സ്വർണ്ണനിർമ്മിതമായ എന്തൊക്കെയാണ് പേടകത്തോടൊപ്പം കൊടുത്തയക്കാൻ പുരോഹിതരും ജ്യോത്സ്യന്മാരും വിധിച്ചത്? എ. 6 കുരുക്കളും 6 എലികളും, ബി. 5 പൂക്കളും 5 എലികളും, സി. നിയമഗ്രന്ഥവും കെരൂബും, ഡി. 5 കുരുക്കളും 5 എലികളും. ഉത്തരം ഡി. 5 കുരുക്കളും 5 എലികളും. ചോദ്യം 9. ഇസ്രായേല്യരെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്ന ഫിലിസ്ത്യരെ എപ്രകാരമാണ് കർത്താവ് സംഭ്രാന്തരാക്കി പലായനം ചെയ്യിച്ചത്? എ. കന്മഴ പെയ്യിച്ചുകൊണ്ട്, ബി. ഭയങ്കരമായ ഒരിടിനാദം മുഴക്കി, സി. കൊടുങ്കാറ്റ് അയച്ചുകൊണ്ട്, ഡി. ചുഴലിക്കാറ്റ് അയച്ചുകൊണ്ട്. ഉത്തരം ബി. ഭയങ്കരമായ ഒരിടിനാദം മുഴക്കിക്കൊണ്ട്. ചോദ്യം 10. എൽക്കാന ഭാര്യ പെനീന്നായ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തിരുന്നത് എന്നാണ്? എ. ബലിയർപ്പിക്കുന്ന ദിവസം, ബി. തൻ്റെ ജന്മദിനത്തിന്, സി. തൻ്റെ വിവാഹദിനത്തിന്, ഡി. പെസഹ തിരുനാളിന്. ഉത്തരം എ. ബലിയർപ്പിക്കുന്ന ദിവസം. ചോദ്യം 11. അധ്യായവും വാക്യവും ഏത്?
ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. എ 1 സാമുവേൽ 1:24, ബി 1:25, സി 1:26, ഡി 1:27. ഉത്തരം ഡി 1 സാമുവേൽ 1:27. ചോദ്യം 12. സാമുവലിന് എത്ര സഹോദരിമാർ ഉണ്ടായിരുന്നു? എ 2, ബി 3, സി 4, ഡി ഇല്ലായിരുന്നു. ഉത്തരം എ 2. ചോദ്യം 13. 1 സാമുവേൽ 3:16 ഏലി എന്ത് വിളിച്ചുകൊണ്ടാണ് സാമുവലിനെ അഭിസംബോധന ചെയ്യുന്നത്? എ എൻ്റെ പുത്രൻ സാമുവലെ എന്ന്, ബി എൻ മകനെ സാമുവൽ എന്ന്, സി എൻ്റെ മകനെ എന്ന്, ഡി കുഞ്ഞെ സാമുവൽ എന്ന്. ഉത്തരം ബി മകനെ സാമുവൽ എന്ന്. ചോദ്യം 14. ഏലിയുടെ ഗർഭിണിയായ മരുമകൾ എന്നു പറയുന്നത് ആരെക്കുറിച്ചാണ്? എ ഹോഫ്നിയുടെ ഭാര്യ, ബി ഫിനെഹാസിൻ്റെ ഭാര്യ, സി പെനീനായെക്കുറിച്ച്, ഡി ഹന്നായെക്കുറിച്ച്. ഉത്തരം ബി ഫിനെഹാസിൻ്റെ ഭാര്യ. ചോദ്യം 15. ആരുടെ സംഖ്യ അനുസരിച്ചാണ് സ്വർണനിർമ്മിതമായ 5 കുരുക്കളും 5 എലികളും പ്രായശ്ചിത്ത ബലിക്കായി നിശ്ചയിച്ചത്? എ ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ, ബി ജനങ്ങളുടെ, സി പുരോഹിതരുടെ, ഡി ഫിലിസ്ത്യ ശ്രേഷ്ഠന്മാരുടെ. ഉത്തരം എ ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ. ചോദ്യം 16. ഇസ്രായേല്യർ എവിടെ നിന്ന് എവിടെ വരെയാണ് ഫിലിസ്ത്യരെ പിന്തുടർന്നു വധിച്ചത്? എ ബഥേലിൽ നിന്ന് ബത്ത്കാർ വരെ, ബി മിസ്പായിൽ നിന്ന് ഗിൽഗാൽ വരെ, സി മിസ്പായിൽ നിന്ന് ബഥേൽ വരെ, ഡി മിസ്പായിൽ നിന്ന് ബത്ത്കാർ വരെ. ഉത്തരം ഡി മിസ്പായിൽ നിന്ന് ബത്ത്കാർ വരെ. ചോദ്യം 17. കർത്താവ് ആരെയാണ് വന്ധ്യയാക്കിയിരുന്നത്? എ പെനീനായെ, ബി ഹന്നായെ, സി സാറായെ, ഡി അന്നായെ. ഉത്തരം ബി ഹന്നായെ. ചോദ്യം 18. അധ്യായവും വാക്യവും ഏത്? വന്ധ്യത നിമിത്തം അവളുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു. എ 1 സാമുവേൽ 1:4, ബി 1:5, സി 1:6, ഡി 1:7. ഉത്തരം സി 1 സാമുവേൽ 1:6. ചോദ്യം 19. ആര് ആരോട് പറഞ്ഞു? അവൻ അവരോട് പറഞ്ഞു, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? നിങ്ങളുടെ ദുഷ്കൃത്യങ്ങളെപ്പറ്റി ഓരോരുത്തർ പറയുന്നത് ഞാൻ കേൾക്കുന്നു. എ ഏലി തൻ്റെ ഭൃത്യന്മാരോട്, ബി ഏലി തൻ്റെ ശിഷ്യന്മാരോട്, സി ഏലി തൻ്റെ പുത്രന്മാരോട്, ഡി ഏലി പുരോഹിതരോട്. ഉത്തരം സി ഏലി തൻ്റെ പുത്രന്മാരോട്. ചോദ്യം 20. കർത്താവ് പറഞ്ഞതിൽ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വച്ചാൽ ദൈവം നിന്നെ എന്തു ചെയ്യട്ടെ എന്നാണ് ഏലി സാമുവലിനോട് പറയുന്നത്? എ കഠിനമായി ശപിക്കട്ടെ, ബി കഠിനമായി ശാസിക്കട്ടെ, സി കഠിനമായി പ്രഹരിക്കട്ടെ, ഡി കഠിനമായി ശിക്ഷിക്കട്ടെ. ഉത്തരം ഡി കഠിനമായി ശിക്ഷിക്കട്ടെ. ചോദ്യം 21. എത്ര കാര്യങ്ങൾ കേട്ടപ്പോഴാണ് പ്രസവവേദന ശക്തിപ്പെട്ട് ഫിനെഹാസിൻ്റെ ഭാര്യ ഉടനെ പ്രസവിച്ചത്? എ 4, ബി 3, സി 2, ഡി 5. ഉത്തരം ബി 3. ചോദ്യം 22. നിങ്ങളുടെ കുരുക്കളുടെയും നിങ്ങളുടെ നാട് നശിപ്പിച്ച എലികളുടെയും രൂപം തന്നെ ഉണ്ടാക്കി ആരുടെ മഹിമയെ പ്രകീർത്തിക്കുവിൻ എന്നാണ് പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും നിർദ്ദേശിച്ചത്? എ മോശയുടെ ദൈവത്തെ, ബി സർവശക്തനായ ദൈവത്തെ, സി അബ്രാഹത്തിൻ്റെ ദൈവത്തെ, ഡി ഇസ്രായേല്യരുടെ ദൈവത്തെ. ഉത്തരം ഡി ഇസ്രായേല്യരുടെ ദൈവത്തെ. ചോദ്യം 23. സാമുവൽ ഏതൊക്കെ സ്ഥലങ്ങളുടെ മധ്യേയാണ് കല്ല് സ്ഥാപിച്ചത്? എ മിസ്പായ്ക്കും ജഷാനയ്ക്കും മധ്യേ, ബി ബഥേലിനും ജഷാനയ്ക്കും മധ്യേ,
സി ഗിൽഗാലിനും ജഷാനയ്ക്കും മധ്യേ, ഡി മിസ്പായ്ക്കും ബഥേലിനും മധ്യേ. ഉത്തരം എ മിസ്പായ്ക്കും ജഷാനയ്ക്കും മധ്യേ. ചോദ്യം 24. ആരെ കൂടുതൽ സ്നേഹിച്ചിരുന്നു എന്നാണ് 1 സാമുവേൽ 1:5 പറയുന്നത്? എ എൽക്കാന പെനീനായെ, ബി ഹന്ന എൽക്കാനയെ, സി എൽക്കാന ഹന്നായെ, ഡി ഹന്ന പെനീനായെ. ഉത്തരം സി എൽക്കാന ഹന്നായെ. ചോദ്യം 25. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? എ 18, ബി 24, സി 32, ഡി 28. ഉത്തരം ഡി 28. ചോദ്യം 26. നിങ്ങളെപ്പറ്റി ആര് പറഞ്ഞ് ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ തീരെ നന്നല്ല എന്നാണ് ഏലി പുത്രന്മാരോട് പറയുന്നത്? എ പൊതുജനം, ബി ദൈവജനം, സി ഭൃത്യന്മാർ, ഡി സുഹൃത്തുക്കൾ. ഉത്തരം ബി ദൈവജനം. ചോദ്യം 27. സാമുവൽ ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാം ഏലിയോട് പറഞ്ഞപ്പോൾ കർത്താവ് എപ്രകാരം പ്രവർത്തിക്കട്ടെ എന്നാണ് ഏലി മറുപടി പറഞ്ഞത്? എ അവിടുത്തേക്ക് യുക്തമെന്ന് തോന്നുന്നത്, ബി അവിടുത്തെ ഹിതം പോലെ, സി അവിടുത്തെ ഇഷ്ടം പോലെ, ഡി അവിടുത്തെ പദ്ധതി പോലെ. ഉത്തരം എ അവിടുത്തേക്ക് യുക്തമെന്ന് തോന്നുന്നത്. ചോദ്യം 28. ഇക്കാബോദിൻ്റെ പിതാവ് ആര്? എ ഹോഫ്നി, ബി ഏലി, സി ഫിനെഹാസ്, ഡി സാമുവൽ. ഉത്തരം സി ഫിനെഹാസ്. ചോദ്യം 29. 1 സാമുവൽ 6:5 3 കാര്യങ്ങളുടെ മേൽ ശക്തിപ്പെട്ടിരിക്കുന്ന കരം അവിടുന്ന് പിൻവലിച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. ഇതിൽ രണ്ടാമത്തേത് ഏത്? എ നിങ്ങളുടെ, ബി നിങ്ങളുടെ ഭവനത്തിൻ്റെ, സി നിങ്ങളുടെ ദേവന്മാരുടെ, ഡി നിങ്ങളുടെ നാടിൻ്റെ. ഉത്തരം സി നിങ്ങളുടെ ദേവന്മാരുടെ. ചോദ്യം 30. ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് സാമുവൽ പേരിട്ട സ്ഥലമേത്? എ അഷ്കലോൺ, ബി അബ്നേസർ, സി ഏലിയേസർ, ഡി എബ്നേസർ. ഉത്തരം ഡി എബ്നേസർ. ചോദ്യം 31 പൂരിപ്പിക്കുക. വന്ധ്യത നിമിത്തം അവളുടെ ഡാഷ് അവളെ വേദനിപ്പിച്ചിരുന്നു. എ സ്വപത്നി, ബി സഹോദരി, സി ദാസി, ഡി സപത്നി. ഉത്തരം ഡി സപത്നി. ചോദ്യം 32. 1 സാമുവേൽ 1-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് എന്താണ്? എ ഹന്നായുടെ കീർത്തനം, ബി ഏലിയുടെ പുത്രന്മാർ, സി സാമുവലിൻ്റെ ജനനം, ഡി സാമുവലിനെ വിളിക്കുന്നു. ഉത്തരം സി സാമുവലിൻ്റെ ജനനം. ചോദ്യം 33. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ആര് മാധ്യസ്ഥം വഹിക്കും എന്നാണ് 1 സാമുവൽ 2:25 പറയുന്നത്? എ കർത്താവ് അവന് വേണ്ടി, ബി പുരോഹിതൻ അവന് വേണ്ടി, സി ദൈവം അവന് വേണ്ടി, ഡി ദൈവജനം അവന് വേണ്ടി. ഉത്തരം സി ദൈവം അവന് വേണ്ടി. ചോദ്യം 34. സാമുവലിൻ്റെ വാക്കുകളിലൊന്നും എന്ത് സംഭവിക്കാൻ കർത്താവ് ഇടവരുത്തിയില്ല? എ അസത്യമാകാൻ, ബി വെറുതെയാകാൻ, സി വ്യർത്ഥമാകാൻ, ഡി നിഷ്ഫലമാകാൻ. ഉത്തരം സി വ്യർത്ഥമാകാൻ. ചോദ്യം 35. ഇക്കാബോദ് എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? എ നാശത്തിൻ്റെ പുത്രൻ, ബി ശപിക്കപ്പെട്ടവൻ, സി അഭയാർത്ഥി, ഡി മഹത്വമില്ല. ഉത്തരം ഡി മഹത്വമില്ല. ചോദ്യം 36. ആരെപ്പോലെ നിങ്ങളും എന്തിന് കഠിനഹൃദയരാകുന്നു എന്നാണ് പുരോഹിതരും ജ്യോത്സ്യന്മാരും ഫിലിസ്ത്യരോട് ചോദിക്കുന്നത്? എ ഇസ്രായേൽക്കാരെ പോലെ, ബി ഈജിപ്തുകാരെയും ഫറവോയെയും, സി ബെഞ്ചമിൻ ഗോത്രക്കാരെ പോലെ, ഡി യൂദാ വംശജരെ പോലെ. ഉത്തരം
ബി ഈജിപ്തുകാരെയും ഫറവോയെയും പോലെ. ചോദ്യം 37. സാമുവലിൻ്റെ കാലമത്രയും കർത്താവിൻ്റെ കരം ആർക്കെതിരെയാണ് ബലപ്പെട്ടിരുന്നത്? എ അന്യദേവന്മാർക്കെതിരെ, ബി ഫിലിസ്ത്യ നേതാക്കൾക്കെതിരെ, സി ഫിലിസ്ത്യർക്കെതിരെ, ഡി ഇസ്രായേലിൻ്റെ ശത്രുക്കൾക്കെതിരെ. ഉത്തരം സി ഫിലിസ്ത്യർക്കെതിരെ. ചോദ്യം 38. ആണ്ടുതോറും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ പെനീന്ന ഹന്നായെ എന്തു ചെയ്തിരുന്നു? എ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു, ബി ഭീഷണിപ്പെടുത്തിയിരുന്നു, സി നിന്ദിച്ചിരുന്നു, ഡി പ്രകോപിപ്പിച്ചിരുന്നു. ഉത്തരം ഡി പ്രകോപിപ്പിച്ചിരുന്നു. ചോദ്യം 39. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 24, ബി 36, സി 28, ഡി 18. ഉത്തരം ബി 36. ചോദ്യം 40. ബാലനായ സാമുവൽ ആരുടെയെല്ലാം പ്രീതിയിലാണ് വളർന്നു വന്നത്? എ കർത്താവിൻ്റെയും മാതാപിതാക്കളുടെയും, ബി കർത്താവിൻ്റെയും ഏലിയുടെയും, സി കർത്താവിൻ്റെയും പുരോഹിതൻ്റെയും, ഡി കർത്താവിൻ്റെയും മനുഷ്യരുടെയും. ഉത്തരം ഡി കർത്താവിൻ്റെയും മനുഷ്യരുടെയും. ചോദ്യം 41. സാമുവൽ കർത്താവിൻ്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നു എന്ന് എവിടെയുള്ള ഇസ്രായേൽ ജനം മുഴുവനുമാണ് അറിഞ്ഞത്? എ ദാൻ മുതൽ ഹെബ്രോൻ വരെയുള്ള, ബി ദാൻ മുതൽ ബേർഷബ വരെയുള്ള, സി ഷീലോ മുതൽ ബേർഷബ വരെയുള്ള, ഡി ദാൻ മുതൽ ജെറുസലേം വരെയുള്ള. ഉത്തരം ബി ദാൻ മുതൽ ബേർഷബ വരെയുള്ള. ചോദ്യം 42. ദൈവത്തിൻ്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ എന്താണ് ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയത്? എ മഹത്വം, ബി കർത്താവ്, സി ദൈവചൈതന്യം, ഡി ദൈവത്തിൻ്റെ ആത്മാവ്. ഉത്തരം എ മഹത്വം. ചോദ്യം 43. കർത്താവ് ഈജിപ്തുകാരെയും ഫറവോയെയും എന്തു ചെയ്തതിനു ശേഷമാണ് നാടുവിടാൻ അവർ ഇസ്രായേല്യരെ അനുവദിച്ചതും അവർ പോയതും? എ പീഡിപ്പിച്ചതിന് ശേഷം, ബി വിഡ്ഢികളാക്കിയതിന് ശേഷം, സി ഭയപ്പെടുത്തിയതിന് ശേഷം, ഡി പരിഹാസപാത്രമാക്കിയതിന് ശേഷം. ഉത്തരം ഡി പരിഹാസപാത്രമാക്കിയതിന് ശേഷം. ചോദ്യം 44. ഫിലിസ്ത്യർ കൈവശമാക്കിയിരുന്ന എവിടം മുതൽ എവിടം വരെയുള്ള പ്രദേശങ്ങളെല്ലാമാണ് അവർ ഇസ്രായേലിന് തിരികെ കൊടുത്തത്? എ എക്രോൺ മുതൽ ബത്ത്ഗാർ വരെ, ബി എക്രോൺ മുതൽ ഗത്ത് വരെ, സി ബഥേൽ മുതൽ ഗത്ത് വരെ, ഡി എക്രോൺ മുതൽ ഗാസ വരെ. ഉത്തരം ബി എക്രോൺ മുതൽ ഗത്ത് വരെ. ചോദ്യം 45. 1 സാമുവേൽ 1:7 ഹന്ന ചെയ്തിരുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തേത് എന്ത്? എ ഭക്ഷണം കഴിക്കാതിരിക്കുക, ബി പ്രാർത്ഥിക്കുക, സി കരയുക, ഡി ബലിയർപ്പിക്കുക. ഉത്തരം സി കരയുക. ചോദ്യം 46. 1 സാമുവേൽ 2-ാം അധ്യായത്തിന് എത്ര തലക്കെട്ടുകൾ ഉണ്ട്? എ 2, ബി 3, സി 4, ഡി 5. ഉത്തരം എ 2. ചോദ്യം 47. ആര് ആരോട് പറഞ്ഞു? കർത്താവ് ഇപ്രകാരം പറയുന്നു, നിന്റെ പിതാവിൻ്റെ കുടുംബം ഈജിപ്തിൽ ഫറവോയുടെ ഭവനത്തിൽ അടിമയായിരിക്കുമ്പോൾ ഞാൻ അവർക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തി. എ കർത്താവ് അയച്ച ഒരാൾ ഏലിയോട്, ബി നാഥാൻ പ്രവാചകൻ ഏലിയോട്, സി കർത്താവ് അയച്ച ഒരാൾ സാമുവലിനോട്, ഡി ഏലി സാമുവലിനോട്. ഉത്തരം എ കർത്താവ് അയച്ച ഒരാൾ ഏലിയോട്. ചോദ്യം 48. കർത്താവ് സാമുവലിന് ദർശനം നൽകിയത് എവിടെ വെച്ചാണ്? എ റാമാതൈമിൽ വച്ച്, ബി സീലോഹായിൽ വച്ച്, സി ഹെബ്രോണിൽ വച്ച്, ഡി ഷീലോയിൽ വച്ച്. ഉത്തരം ഡി ഷീലോയിൽ വച്ച്.
ചോദ്യം 49. ഏലിയുടെ കൊച്ചുമകൻ്റെ പേരെന്ത്? എ. ഇക്കാബോദ്, ബി. എലയാസർ, സി. ദാവീദ്, ഡി. അബ്സലോം. ഉത്തരം എ. ഇക്കാബോദ്. ചോദ്യം 50. ഒരു പുതിയ വണ്ടിയുണ്ടാക്കി എപ്രകാരമുള്ള 2 കറവ പശുക്കളെ അതിൽ കെട്ടുവാനാണ് പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും നിർദ്ദേശിച്ചത്? എ. ശക്തരായ, ബി. വെളുത്ത നിറമുള്ള, സി. ഒരിക്കലും നുകം വച്ചിട്ടില്ലാത്ത, ഡി. ഊനമറ്റ. ഉത്തരം സി. ഒരിക്കലും നുകം വച്ചിട്ടില്ലാത്ത. ചോദ്യം 51. ആര് തമ്മിൽ സമാധാനമുണ്ടായി എന്നാണ് 1 സാമുവേൽ 7:14 പറയുന്നത്? എ. ഇസ്രായേല്യരും അമ്മോന്യരും, ബി. ഇസ്രായേല്യരും അമോര്യരും, സി. ഇസ്രായേല്യരും അമോര്യരും, ഡി. ഇസ്രായേല്യരും ഫിലിസ്തീനും. ഉത്തരം സി. ഇസ്രായേല്യരും അമോര്യരും. ചോദ്യം 52. 1 സാമുവേൽ 1:8 എൽക്കാന ഹന്നായോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? എ. 2, ബി. 3, സി. 4, ഡി. 5. ഉത്തരം ബി. 3. ചോദ്യം 53. 1 സാമുവേൽ 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തലക്കെട്ട് എന്ത്? എ. സാമുവേലിൻ്റെ ജനനം, ബി. ഹന്നായുടെ കീർത്തനം, സി. സാമുവേലിനെ വിളിക്കുന്നു, ഡി. ഏലിയുടെ പുത്രന്മാർ. ഉത്തരം ഡി. ഏലിയുടെ പുത്രന്മാർ. ചോദ്യം 54. 3 കാര്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി ഇസ്രായേലിൻ്റെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ഞാൻ അവനെ എൻ്റെ പുരോഹിതനായി തിരഞ്ഞെടുത്തു എന്ന് 1 സാമുവേൽ 2:28 പറയുന്നു. ഇതിൽ 2-ാമത്തെ കാര്യം എന്ത്? എ. എഫോദ് ധരിക്കാൻ, ബി. ബലിപീഠത്തെ സമീപിക്കാൻ, സി. ബലിയർപ്പിക്കാൻ, ഡി. ധൂപാർപ്പണം നടത്താൻ. ഉത്തരം ഡി. ധൂപാർപ്പണം നടത്താൻ. ചോദ്യം 55. ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവൽ എന്താണ് ചെയ്തു പോന്നിരുന്നത്? എ. ബലിയർപ്പണം, ബി. ശുശ്രൂഷയിൽ സഹായിക്കുക, സി. കർത്താവിന് ശുശ്രൂഷ ചെയ്യുക, ഡി. ദേവാലയ സംരക്ഷണം. ഉത്തരം സി. കർത്താവിന് ശുശ്രൂഷ. ചോദ്യം 56. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ എന്തു ചെയ്തു? എ. ഭയന്ന് വിറച്ചു, ബി. ദൈവത്തിന് ബലിയർപ്പിച്ചു, സി. ദൈവത്തെ സ്തുതിച്ചു, ഡി. ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു. ഉത്തരം ഡി. ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു. ചോദ്യം 57. പ്രായശ്ചിത്ത ബലിക്ക് നിങ്ങൾ തയ്യാറാക്കിയ എന്ത് പെട്ടിക്കുള്ളിലാക്കി വണ്ടിയുടെ ഒരു വശത്ത് വയ്ക്കുവിൻ എന്നാണ് പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും നിർദ്ദേശിച്ചത്? എ. സ്വർണ്ണയുരുപ്പടികൾ, ബി. കൊത്തുവിഗ്രഹങ്ങൾ, സി. നിയമഗ്രന്ഥം, ഡി. കെരൂബുകൾ. ഉത്തരം എ. സ്വർണ്ണയുരുപ്പടികൾ. ചോദ്യം 58. സാമുവൽ തൻ്റെ ജീവിതകാലം അത്രയും നീതിപാലനം നടത്തിയത് എവിടെയാണ്? എ. ഇസ്രായേലിൽ, ബി. റാമായിൽ, സി. മിസ്പായിൽ, ഡി. ബഥേലിൽ. ഉത്തരം എ. ഇസ്രായേലിൽ. ചോദ്യം 59. ഹന്ന എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നപ്പോൾ ദേവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്ന വ്യക്തി ആരായിരുന്നു? എ. പുരോഹിതനായ ഏലി, ബി. പുരോഹിതനായ ഏലിയ, സി. പുരോഹിതനായ സക്കറിയ, ഡി. പുരോഹിതനായ എലീഷ. ഉത്തരം എ. പുരോഹിതനായ ഏലി. ചോദ്യം 60. ഹന്നായുടെ കീർത്തനത്തിന് സമാനമായി പുതിയ നിയമത്തിൽ മറിയത്തിൻ്റെ സ്തോത്രഗീതം എഴുതപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? എ. ലൂക്ക 1:46-55, ബി. മത്തായി 1:11-23, സി. ലൂക്ക 1:36-45, ഡി. ലൂക്ക 1:26-35. ഉത്തരം എ. ലൂക്ക 1:46-55. ചോദ്യം 61.
എന്നേക്കാൾ കൂടുതൽ നിന്റെ മക്കളെ നീ ബഹുമാനിക്കുന്നതെന്ത്? 1 സാമുവേൽ 2:29. ഇവിടെ എന്നേക്കാൾ എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എ. എൽക്കാന, ബി. ഹന്ന, സി. കർത്താവ്, ഡി. സാമുവൽ. ഉത്തരം സി. കർത്താവ്. ചോദ്യം 62. സാമുവൽ 3:1 അക്കാലത്ത് ചുരുക്കമായിട്ടേ ലഭിച്ചിരുന്നുള്ളൂ എന്നു പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? എ. കർത്താവിൻ്റെ വെളിപാട്, ബി. കർത്താവിൻ്റെ ദർശനങ്ങൾ, സി. ദൈവിക വെളിപ്പെടുത്തലുകൾ, ഡി. കർത്താവിൻ്റെ അരുളപ്പാട്. ഉത്തരം ഡി. കർത്താവിൻ്റെ അരുളപ്പാട്. ചോദ്യം 63. ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉഗ്ര അട്ടഹാസത്തിൻ്റെ സൂചന എന്തെന്ന് തിരക്കിയത് ആരാണ്? എ. അമ്മോന്യർ, ബി. മൊവാബിയർ, സി. ഫിലിസ്തീർ, ഡി. യൂദാ നിവാസികൾ. ഉത്തരം സി. ഫിലിസ്തീർ. ചോദ്യം 64 പൂരിപ്പിക്കുക. സ്വന്തം നാടായ ഡാഷ് അവ പോകുന്നതെങ്കിൽ തീർച്ചയായും അവിടുത്തെ കരങ്ങളാണ് ഈ വലിയ അനർത്ഥം നമുക്ക് വരുത്തിയത്. എ. ഗത്തിലേക്ക്, ബി. കിരിയാത്ത് യയാറിമിലേക്ക്, സി. അഷ്ദോദിലേക്ക്, ഡി. ബെത്ഷെമെഷിലേക്ക്. ഉത്തരം ഡി. ബെത്ഷെമെഷിലേക്ക്. ചോദ്യം 65. 1 സാമുവേൽ 7:16 പ്രകാരം വർഷം തോറും സന്ദർശിച്ച് സാമുവൽ നീതിപാലനം നടത്തിയിരുന്ന സ്ഥലങ്ങളിൽ പെടാത്തത് ഏത്? എ. ബഥേൽ, ബി. ഗിൽഗാൽ, സി. മിസ്പ, ഡി. റാമ. ഉത്തരം ഡി. റാമ. ചോദ്യം 66. ഹന്ന എപ്രകാരമാണ് കർത്താവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് 1 സാമുവേൽ 1:10 പറയുന്നത്? എ. ഹൃദയം നൊന്ത് കരഞ്ഞ്, ബി. ഹൃദയം നുറുങ്ങി, സി. ഹൃദയം തകർന്ന്, ഡി. ഹൃദയഭേദകമായി. ഉത്തരം എ. ഹൃദയം നൊന്തു കരഞ്ഞ്. ചോദ്യം 67. എൻ്റെ ഹൃദയം കർത്താവിൽ എന്തു ചെയ്യുന്നു എന്നാണ് ഹന്ന പ്രാർത്ഥിച്ചത്? എ. സന്തോഷിക്കുന്നു, ബി. ആഹ്ലാദിക്കുന്നു, സി. ഒന്നായിത്തീരുന്നു, ഡി. ആനന്ദിക്കുന്നു. ഉത്തരം ഡി. ആനന്ദിക്കുന്നു. ചോദ്യം 68. എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത് ഏതു വചനത്തിലാണ്? എ. 1 സാമുവേൽ 2:13, ബി. 2:30, സി. 2:20, ഡി. 2:9. ഉത്തരം ബി. 1 സാമുവേൽ 2:30. ചോദ്യം 69. ആർക്കെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അന്ന് ഞാൻ ആദ്യന്തം നിർവഹിക്കും എന്നാണ് കർത്താവ് സാമുവലിനോട് പറഞ്ഞത്? എ. ഏലിയുടെ കുടുംബത്തിനെതിരായി, ബി. ഏലിയുടെ മക്കൾക്കെതിരായി, സി. ഇസ്രായേൽ ജനത്തിനെതിരായി, ഡി. പുരോഹിതർക്കെതിരായി. ഉത്തരം എ. ഏലിയുടെ കുടുംബത്തിനെതിരായി. ചോദ്യം 70. ഭയചകിതരായ ഫിലിസ്തീർ ആര് പാളയത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്? എ. യുദ്ധവീരന്മാർ, ബി. ദേവന്മാർ, സി. പയറ്റിത്തെളിഞ്ഞ പോരാളികൾ, ഡി. പ്രവാചകൻ. ഉത്തരം ബി. ദേവന്മാർ. ചോദ്യം 71. കർത്താവിൻ്റെ പേടകം തിരിച്ചയച്ചപ്പോൾ സ്വർണ്ണനിർമ്മിതമായ എന്തുകൂടി അതിനുള്ളിൽ വച്ചിരുന്നു? എ. അക്ഷേരാ ദേവതയുടെ പ്രതിമ, ബി. കൊത്തുവിഗ്രഹം, സി. കുരുക്കളും എലികളുമുള്ള പെട്ടിയും, ഡി. പൂക്കളും എലികളുമുള്ള പെട്ടി. ഉത്തരം സി. കുരുക്കളും എലികളുമുള്ള പെട്ടി. ചോദ്യം 72. സാമുവലിൻ്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? എ. ബഥേലിൽ, ബി. മിസ്പായിൽ, സി. റാമായിൽ, ഡി. ഗിൽഗാലിൽ. ഉത്തരം സി. റാമായിൽ. ചോദ്യം 73. ഹന്ന കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചത് എത്ര കാര്യങ്ങളാണ്? എ. 3, ബി. 4, സി. 5, ഡി. 6. ഉത്തരം ബി. 4.
ചോദ്യം 74. തൻ്റെ എന്താണ് കർത്താവിൽ ഉയർന്നിരിക്കുന്നത് എന്നാണ് ഹന്ന പ്രാർത്ഥിക്കുന്നത്. എ. ശിരസ്, ബി. ഹൃദയം, സി. വിചാരങ്ങൾ, ഡി. കരങ്ങൾ. ഉത്തരം എ. ശിരസ്. ചോദ്യം 75. എന്ത് സംഭവിക്കാൻ ആർക്കും ഇടയാകാത്ത വിധം നിൻ്റെയും നിൻ്റെ പിതൃകുടുംബത്തിൻ്റെയും ശക്തി ഞാൻ ക്ഷയിപ്പിക്കുന്ന ദിവസം ഇതാ അടുത്തിരിക്കുന്നു എന്നാണ് 1 സാമുവേൽ 2:3-31 പറയുന്നത്. എ. രക്ഷപ്പെടാൻ, ബി. വാർദ്ധക്യത്തിലെത്താൻ, സി. സ്വന്തം ഭവനത്തിലെത്താൻ, ഡി. കർത്താവിൻ്റെ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ഉത്തരം ബി. വാർദ്ധക്യത്തിലെത്താൻ. ചോദ്യം 76. ആരുടെ പാപത്തിന് ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാവുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്യുന്നു എന്നാണ് കർത്താവ് സാമുവേലിനോട് പറയുന്നത്. എ. ഏലിയുടെ മക്കളുടെ, ബി. പുരോഹിതരുടെ, സി. ഇസ്രായേൽ ജനത്തിൻ്റെ, ഡി. ഏലി കുടുംബത്തിൻ്റെ. ഉത്തരം ഡി. ഏലി കുടുംബത്തിൻ്റെ. ചോദ്യം 77. പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി എത്തിയ ദൂതൻ ഏലിയോട് പറയുന്ന 5 കാര്യങ്ങളിൽ മക്കൾ വധിക്കപ്പെട്ട കാര്യം എത്രാമതായാണ് പറയുന്നത്? എ. 1, ബി. 2, സി. 4, ഡി. 3. ഉത്തരം സി. 4. ചോദ്യം 78. കർത്താവിൻ്റെ പേടകം വഹിച്ചുകൊണ്ടുള്ള വണ്ടിയുമായി എപ്രകാരമാണ് പശുക്കൾ ബെത്ഷെമിഷിലേക്കുള്ള പെരുവഴിയിലൂടെ പോയത്? എ. അതിവേഗത്തിൽ ഇടംവലം നോക്കാതെ, ബി. അമറിക്കൊണ്ട് ഇടംവലം നോക്കാതെ, സി. അമറിക്കൊണ്ട് അതിവേഗത്തിൽ, ഡി. ഭയപ്പെട്ട് അമറിക്കൊണ്ട്. ഉത്തരം ബി. അമറിക്കൊണ്ട് ഇടംവലം നോക്കാതെ. ചോദ്യം 79. എബനേസർ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? എ. പ്രകാശിതമായ, ബി. സഹായശില, സി. ദൈവത്തിൻ്റെ ദാനം, ഡി. പുണ്യഭൂമി. ഉത്തരം ബി. സഹായശില. ചോദ്യം 80. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ആരാണ്? എ. ഏലിയ, ബി. എലീഷ, സി. ഏലി, ഡി. എൽക്കാന. ഉത്തരം സി. ഏലി. ചോദ്യം 81. തൻ്റെ അധരം എന്തു ചെയ്യുന്നു എന്നാണ് ഹന്ന പ്രാർത്ഥിക്കുന്നത്? എ. കർത്താവിനെ സ്തുതിക്കുന്നു, ബി. ശത്രുക്കളെ പരിഹസിക്കുന്നു, സി. കർത്താവിനെ ആരാധിക്കുന്നു, ഡി. കർത്താവിനെ വാഴ്ത്തുന്നു. ഉത്തരം ബി. ശത്രുക്കളെ പരിഹസിക്കുന്നു. ചോദ്യം 82. നിന്റെ കുടുംബത്തിൽ എപ്രകാരമുള്ളവർ ഇനിമേൽ ഉണ്ടാവുകയില്ല എന്നാണ് കർത്താവ് അയച്ച ഒരാൾ ഏലിയോട് പറയുന്നത്? എ. ആരോഗ്യമുള്ളവർ, ബി. പുരോഹിതനാകാൻ യോഗ്യതയുള്ളവർ, സി. പ്രായം ചെന്നവരായി ആരും, ഡി. നേതാവാകാൻ കഴിവുള്ളവർ. ഉത്തരം സി. പ്രായം ചെന്നവരായി ആരും. ചോദ്യം 83. സാമുവൽ എന്തായി തീർന്നിരിക്കുന്നു എന്നാണ് ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും അറിഞ്ഞത്? എ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ബി. പ്രധാന പുരോഹിതൻ, സി. കർത്താവിൻ്റെ പ്രവാചകൻ, ഡി. ഇസ്രായേൽ ജനത്തിൻ്റെ നേതാവ്. ഉത്തരം സി. കർത്താവിൻ്റെ പ്രവാചകൻ. ചോദ്യം 84. 1 സാമുവേൽ 4:3 സമാനമായ വാക്യം ഏത്? എ. സംഖ്യ 10:30, ബി. 10:31, സി. 10:32, ഡി. 10:35. ഉത്തരം ഡി. സംഖ്യ 10:35. ചോദ്യം 85. കർത്താവിൻ്റെ പേടകം വഹിച്ചുകൊണ്ടുള്ള വണ്ടിയെ ബെത്ഷെമിഷ് അതിർത്തി വരെ അനുധാവനം ചെയ്തത് ആരാണ്? എ. ഫിലിസ്ത്യ ജനങ്ങൾ, ബി. ഫിലിസ്ത്യ പുരോഹിതർ, സി. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ, ഡി. എക്രോണിലെ ജനങ്ങൾ. ഉത്തരം സി. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. ചോദ്യം 86. എവിടെ വച്ചാണ് സാമുവൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത്? എ. ബഥേലിൽ, ബി. ഗിൽഗാലിൽ, സി. റാമായിൽ, ഡി. മിസ്പായിൽ. ഉത്തരം ഡി. മിസ്പായിൽ. ചോദ്യം 87.
1 സാമുവേൽ 4:18 ഏലിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 2 വിശേഷണങ്ങൾ എന്തൊക്കെ? എ വൃദ്ധനും അന്ധനും, ബി അന്ധനും ക്ഷീണിതനും, സി വൃദ്ധനും ബധിരനും, ഡി വൃദ്ധനും ക്ഷീണിതനും. ഉത്തരം ഡി വൃദ്ധനും ക്ഷീണിതനും. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ദി ഓൺലൈൻ എക്സാമിനേഷൻ. താങ്ക് യു.